നമസ്കാരം. ഞാൻ ജോലിയുടെ ഒരു ആവശ്യമായിട്ട് ഒരു മിഡിൽ ഈസ്റ്റിലെ ഒരു രാജ്യത്ത് പോകാനിടയായി. ആ രാജ്യത്ത് ചെന്നപ്പോൾ ഞാൻ കണ്ട ഒരു വ്യക്തിയോട് പറഞ്ഞു, എനിക്ക് ഉച്ചയ്ക്ക് കഴിക്കാൻ നല്ല ബിരിയാണി എവിടെ കിട്ടുമോ അവിടെ ഞങ്ങളെ കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം മലയാളി ഒരു റെസ്റ്റോറൻറ്റിൽ കൊണ്ടുപോയി. ഈ റെസ്റ്റോറൻറ്റ് ഡോറ് തുറന്നു കഴിഞ്ഞപ്പോൾ ഞാൻ സത്യത്തിൽ ഞെട്ടിപ്പോയി. കാര്യം കഴിഞ്ഞാൽ ഭയങ്കര ഇരുട്ടാണ്. കുറേ ഇല്യൂമിനേഷൻ ലൈറ്റുകളും പല കളറിലുള്ള ലൈറ്റുകളൊക്കെ സെറ്റ് ചെയ്ത് ഒരു ബാറിൻ്റെ അറ്റ്മോസ്ഫിയറാണ്. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റ് ബാർ അറ്റാച്ച്ഡ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റാണ്. പിന്നെ എനിക്കൊരു ഭയം ഉണ്ടാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ടിക്ടോക്കിലൊക്കെ കാണുന്ന ചില മസാജിങ് സെൻറ്ററുകളുടെ ഒരു വീഡിയോ പോലെ തോന്നിപ്പോയി. കാരണം ആ ഒരു സ്റ്റൈലിലാണ് ആ റെസ്റ്റോറൻറ്റൊക്കെ ക്രമീകരിച്ച് വെച്ചിരിക്കുന്നത്. ബാറാണ്, അപ്പം അതുമാത്രമല്ല ഒരുപാട് ലൈറ്റും ഓവറായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഞാൻ കണ്ടത് ഈ ഫുഡ് സെർവ് ചെയ്യാൻ നിൽക്കുന്നു അല്ലെങ്കിൽ നമ്മളെ കസ്റ്റമർ കെയറായിട്ട് നിൽക്കുന്ന എല്ലാവരും തന്നെ പെൺകുട്ടികളാണ്, മലയാളി പെൺകുട്ടികളാണ്. അവർ നല്ല രീതിയിൽ സാരിയൊക്കെ കൊടുത്ത് സെറ്റ് സാരിയൊക്കെ കൊടുത്ത് നല്ല അടിപൊളിയായിട്ട് നിൽപ്പുണ്ട്. ഒരു 8-9 പെൺകുട്ടികൾ നിൽക്കുകയാണ്. വരുന്ന എല്ലാ കസ്റ്റമേഴ്സിനെയും സ്വീകരിക്കുന്നവരാണ്, കൊണ്ട് ടേബിളിൽ ഇരുത്തുന്നവരാണ്, ഓർഡർ എടുക്കുന്നവരാണ്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നവരാണ്. അപ്പോൾ അവർ വന്ന് നമ്മളോട് എന്തൊക്കെ വേണമെന്ന് ചോദിച്ചു. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മളോട് മദ്യപിക്കാൻ താല്പര്യമുണ്ടെന്ന് ചോദിച്ചു. അപ്പം താല്പര്യമുള്ളവരൊക്കെ അവരവർക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു. ഈ പെൺകുട്ടികളെല്ലാം തന്നെ ഞങ്ങളുടെ അടുത്ത് വന്ന് ലിസ്റ്റ് എടുത്ത പെൺകുട്ടി മദ്യത്തിൻ്റെ ഒക്കെ പേരൊക്കെ വളരെ കൃത്യമായിട്ടാണ് പറയുന്നത്. ഇന്ന ബ്രാൻഡുണ്ട്, ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. അപ്പം ആ പെൺകുട്ടി ഭക്ഷണം എടുക്കാൻ പോയി. ഞങ്ങൾക്ക് ഭക്ഷണം വിളമ്പി തന്നതും ആ പെൺകുട്ടിയാണ്. ഞങ്ങൾ ഇരുന്നതിൻ്റെ തൊട്ടപ്പുറത്തെ കൗണ്ടറിൽ 2 തമിഴ് ആൾക്കാരിരിപ്പുണ്ട്. അപ്പം അവരെ കസ്റ്റമർ കെയറായിട്ട് നിൽക്കുന്ന അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് വേറൊരു പെൺകുട്ടിയാണ്. ഞങ്ങൾ ചെന്ന സമയം തൊട്ട്, അപ്പോൾ ഞങ്ങൾ ചെല്ലുമ്പോഴേ അവരോട് ഇരിപ്പുണ്ട്. ഞങ്ങൾ ഭക്ഷണം കഴിച്ച് ഞങ്ങൾ എഴുന്നേറ്റ് പോയിട്ടും അവരോട് നിന്ന് പോയിട്ടില്ല. അവരിങ്ങനെ ആ പെൺകുട്ടിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പെൺകുട്ടിയോട് നിന്ന് ഫോട്ടോ എടുക്കുന്നു, ആ പെൺകുട്ടി അവർക്ക് ഫോട്ടോ എടുത്ത് കൊടുക്കുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു അവരൊരു 500 ml 750 ml വരുന്ന ബിയറാന്ന് തോന്നുന്നു, ഒരു 10-15 ബോട്ടിലോളം ബിയർ ഈ 2 പേരും ചേർന്ന് കുടിച്ചു തീർത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അവർക്ക് സ്നാക്സും അല്ലെങ്കിൽ ചിക്കൻ 65 മറ്റു കാര്യങ്ങളൊക്കെ അവർ ഓർഡർ കൊടുക്കുന്നുണ്ട്. ഈ പെൺകുട്ടി അവർ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ വളരെ കൃത്യമായ രീതിയിൽ, മാന്യമായ രീതിയിൽ, നല്ല രീതിയിൽ നിന്ന് സംസാരിച്ച് മറുപടി കൊടുക്കുകയാണ്. സാധാരണ രീതിയിലൊരു മലയാളി എന്ന നിലയിൽ നമ്മളിത് കാണുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ കാണാത്ത ഒരു കാഴ്ചയായിരുന്നത്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ കൂടെയുള്ള പല ആൾക്കാരും കാണാത്തൊരു കാഴ്ചയായിരുന്നു. ഒറ്റ നോട്ടത്തിൽ ഞങ്ങൾ കണ്ടപ്പോൾ എനിക്ക് തോന്നിയതും അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കൾക്ക് തോന്നിയത് പറഞ്ഞാൽ ഇതെല്ലാം ഒരു പോക്ക് കേസാണ്. ഈ പെൺകുട്ടികളെല്ലാം മോശമായ ഒരു രീതിയിൽ, കാരണം ഇങ്ങനെ ആണുങ്ങൾ വരുന്നു, അവർക്ക് ഭക്ഷണം പന്തി വിളമ്പി കൊടുക്കുന്നു, അവർ പറയുന്ന അവരുടെ ആഗ്രഹത്തിനൊക്കെ ചിലപ്പോൾ വഴങ്ങി നിൽക്കുന്ന പെണ്ണുങ്ങളായിരിക്കും എന്നൊരു ധാരണയിൽ നിന്നു ഞങ്ങൾ തിരിച്ച് ആ ഹോട്ടലിൽ നിന്ന് പോകുമ്പോൾ, അല്ല ആ റെസ്റ്റോറൻറ്റിൽ നിന്ന് പോകുമ്പോൾ ഞങ്ങൾ ഈ ഒരു വിഷയം വീണ്ടും സംസാരിക്കാനിടയായി. അപ്പം ഞങ്ങളെ ആ റെസ്റ്റോറൻറ്റിലേക്ക് കൊണ്ടുപോയ വ്യക്തി പറഞ്ഞു, ഒരിക്കലുമല്ല, ആ പെൺകുട്ടികളൊക്കെ കഷ്ടപ്പെടാൻ വേണ്ടി ഗൾഫിൽ വന്ന് അവരുടെ നിവൃത്തികേട് കൊണ്ട് അവരങ്ങനെ ഒരു ജോലി ചെയ്യുന്നു. കാരണം ഒരാൾ വരുന്നു സപ്ലയറായിട്ട് അല്ലെങ്കിൽ വെയിറ്ററായിട്ട് അല്ലെങ്കിൽ സപ്ലൈ ചെയ്ത് കൊടുക്കുന്നു, അവരുടെ ഒരു ജോലിയുടെ ഭാഗമായിട്ട് ഈ കസ്റ്റമർ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ അവർ ആൻസർ ചെയ്യുന്നു എന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ അത് കേട്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. കാരണം ഓക്കെ, നമ്മുടെ ഭാഗത്ത് തെറ്റിദ്ധാരണയാണ്. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കും, എന്തിനാണ് ഞാനിത് പറയുന്നത്? എപ്പോഴും നമ്മൾ കാണുന്ന പല വ്യക്തികളും ഇങ്ങനെയാണ് സംഭവം. നമ്മൾ ചിലപ്പോൾ കാണുമ്പോൾ വിചാരിക്കും, ആൾ ശരിയല്ല, പോക്ക് കേസായിരിക്കും, അല്ലെങ്കിൽ അവരുടെ സംസാര രീതിയോ അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റ രീതിയോ കാണുമ്പോൾ വിചാരിക്കും അപ്പോൾ ആണായാലും പെണ്ണായാലും ശരിയായിരിക്കത്തില്ല എന്ന് നമ്മൾ. പക്ഷേ അതിൻ്റെ വാസ്തവം ചിലപ്പോൾ അങ്ങനെ ആവണമെന്നില്ല. പല കേസുകളിലും പല വ്യക്തികളിൽ പോലും നമ്മളിലുണ്ടാകുന്ന ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ചിലപ്പം നമ്മളിപ്പോൾ എപ്പോഴും പറയത്തില്ലേ, ദ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. ചില സമയത്ത് അത് പ്രാക്ടിക്കലി അത് കറക്റ്റ് ആവണമെന്നില്ല. നമ്മൾക്കുണ്ടാകുന്ന ഫസ്റ്റ് ഇംപ്രഷൻ ദ റിയാലിറ്റി ആവണമെന്നില്ല. ശരിക്കുള്ള റിയാലിറ്റി ചിലപ്പോൾ അവരെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒത്തിരി വ്യത്യസ്തമായ സംഭവമായിരിക്കും. എൻ്റെ ജീവിതത്തിൽ വന്ന ഒരു അനുഭവമാണിത്. കാരണം ഞാൻ ആദ്യം കരുതി ഈ പെണ്ണുങ്ങളില്ല, കാരണം നല്ല സുന്ദരി പെൺകുട്ടികളാണ്, മലയാളി പെൺകുട്ടികളാണ്, നല്ല രീതിയിൽ തന്നെ സാരിയൊക്കെ കൊടുത്ത് നല്ല അടിപൊളിയായിട്ടാണ് നിൽക്കുന്നത്. എല്ലാവരും സെറ്റ് സാരിയൊക്കെ കൊടുത്ത് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ ഇവർ ഈ ആളുകളോട് ഇടപെടുന്നത് കണ്ടപ്പോൾ ഞാൻ മനസ്സിൽ കരുതി, നിങ്ങളെല്ലാം പോക്ക് കേസുകളായിരിക്കും, ഞാനും പേഴ്സണലി കരുതി. പക്ഷേ ആ വ്യക്തി പറഞ്ഞു, അല്ല, അവരെല്ലാവരും കൃത്യമായി ജോലി ചെയ്യുന്നു, ശമ്പളം മേടിച്ച് പോകുന്നു എന്നല്ലാതെ വേറൊരു രീതിയിലും പോകുന്ന പെൺകുട്ടികളല്ല, അധ്വാനിച്ച് ജീവിക്കുന്ന കുട്ടികളാണെന്ന് പറഞ്ഞു. ഓക്കെ, നമ്മുടെ തന്ന തെറ്റിദ്ധാരണ മാറ്റി. എനിക്ക് വന്നൊരു അനുഭവമാണ്. ഒരു പക്ഷേ നിങ്ങൾക്ക് ചിലപ്പോൾ ഇതുപോലൊരു അനുഭവം ഉണ്ടായിരുന്നിരിക്കും. നമ്മൾ കാണുന്ന ഒരാളുടെ അപ്പിയറൻസോ അല്ലെങ്കിൽ അവരുടെ ആ ഒരു സംസാര രീതിയോ കാരണം നമ്മൾ അവരുടെ സ്വഭാവം വിലയിരുത്താൻ
പാടില്ല എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടി പറയാൻ ഉദ്ദേശിച്ചത്. താങ്ക് യു.